വചനം 25. വാക്കർത്ഥം. വയൗമ തശഖഖു, പൊട്ടിപ്പിളരുന്ന അഥവാ പിളർന്നു പോകുന്ന ദിവസം. അസ്സമാഉ, ആകാശം. ബിൽ ഗമാമി, മേഘപടലവും കൊണ്ട്, കാർമേഘത്തോടെ. വനുസ്സില, ഇറക്കപ്പെടുകയും ചെയ്യുന്ന. അൽ മലായികത്തു, മലക്കുകൾ. തൻസീലൻ, ഒരു തരം ഇറക്കപ്പെടൽ അഥവാ ശക്തിയേറിയ ഇറക്കൽ. وَيَوْمَ تَشَقَّقُ السَّمَاءُ بِالْغَمَامِ وَنُزِّلَ الْمَلَائِكَةُ تَنزِيلًا. മേഘപടലവും കൊണ്ട് ആകാശം പൊട്ടിപ്പിളരുകയും മലക്കുകൾ ഒരു ശക്തിമത്തായ ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. വചനം 26. വാക്കർത്ഥം. അൽ മുൽക്കു, രാജത്വം, ആധിപത്യം. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. അൽ ഹഖു, യഥാർത്ഥമായ, സ്ഥിരമായുള്ള. ലിർറഹ്മാനി, പരമകാരുണികനാണ് അഥവാ അള്ളാഹുവിനാണ്. വകാന, അതാകുന്നു, അതായിരിക്കും. യൗമൻ, ഒരു ദിവസം. അലൽ കാഫിരീന, അവിശ്വാസികളുടെ മേൽ. അസീറൻ, പ്രയാസമേറിയ, ഞെരുക്കമായ. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. അന്ന് യഥാർത്ഥമായ രാജാധിപത്യം പരമകാരുണികനത്രേ. അത് അവിശ്വാസികൾക്ക് പ്രയാസമേറിയ ഒരു ദിവസമായിരിക്കുന്നതുമാണ്. 25-26 വചനങ്ങളുടെ വിശദീകരണം. സൂര്യചന്ദ്ര നക്ഷത്രാദി ഗ്രഹങ്ങളടക്കമുള്ള വാനമണ്ഡലങ്ങളും അവയിൽ സ്ഥിതി ചെയ്യുന്ന ചരാചരങ്ങളുമെല്ലാം തന്നെ ഇന്നത്തെ ഈ ഘടനാവ്യവസ്ഥകൾ മാറി മറ്റൊരു പുതിയ വ്യവസ്ഥാരൂപത്തിന് വിധേയമായി തീരുന്ന ഒരു ദിവസം അഥവാ അന്ത്യനാൾ വരുവാനിരിക്കുന്നു. അന്നത്തെ ദിവസം സാക്ഷികളായി, നന്മ തിന്മകളുടെ രേഖകൾ സമർപ്പിക്കുന്നവരായി, വിചാരണ നിലയത്തിലേക്ക് എല്ലാവരെയും ശേഖരിച്ചു കൂട്ടുന്നവരായി, ഇങ്ങനെ പല പ്രകാരത്തിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറക്കപ്പെടുന്നു. സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായിക്കൊണ്ട് ഒരേ വേദിയിൽ സമ്മേളിപ്പിക്കപ്പെടുന്ന ആ മഹാപ്രളയദിനത്തിൽ രാജാവെന്നോ നേതാവെന്നോ ഉന്നതനെന്നോ യോഗ്യനെന്നോ പ്രത്യക്ഷത്തിലാകട്ടെ പരോക്ഷത്തിലാകട്ടെ വാദിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരിക്കയില്ല. പരിപൂർണവും യഥാർത്ഥവുമായ രാജാധിപത്യം രാജാധിരാജാവായ അള്ളാഹുവിന് മാത്രമായിരിക്കും. അവനെ ചോദ്യം ചെയ്യുവാനോ സ്വാധീനപ്പെടുത്തുവാനോ ഒരാൾക്കും സാധ്യമല്ല. സദ്വൃത്തരായ അടിയാന്മാർക്ക് മാത്രം അവിടെ രക്ഷ ലഭിക്കും. കുറ്റവാളികളായ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തെ തരണം ചെയ്യുക എന്നത് അങ്ങേയറ്റം പ്രയാസകരവുമായിരിക്കും. 50,000 കൊല്ലത്തോളം ദൈർഘ്യം വരുന്ന ആ ഭയങ്കര ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യൻ എങ്ങനെയാണ് കഴിച്ചുകൂട്ടുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിക്കപ്പെടുകയുണ്ടായി. അതിന് തിരുമേനി നൽകിയ ഉത്തരം, സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരു നിർബന്ധ നമസ്കാരം അഥവാ ഫർദു നമസ്കാരം നമസ്കരിക്കുന്നത്ര സമയം പോലെയായി അത് ലഘൂകരിക്കപ്പെടുന്നതായിരിക്കും എന്നായിരുന്നു. റവാഹു അൽ ബൈഹഖി അൻ അബി സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ പ്രബോധനത്തിലും വിശ്വസിക്കാതെ പരന്മാരുടെ ദുർബോധനങ്ങളിൽ കുടുങ്ങി വഴിപിഴച്ചു പോയവരെക്കുറിച്ച് അടുത്ത ആയത്തുകളിൽ പറയുന്നത് നോക്കുക.